ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. 66 ദിവസം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നതിന് മുമ്പുള്ള നിങ്ങളോട് സംസാരിക്കണം, ഉപദേശിക്കണം. അതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. അതിൽ ജാസ്മിൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ചിന്നു നീ വലിയ മലം മറിക്കും, ഹീറോയിൻ ആവുമെന്ന് ഓർത്തോണ്ടാണ് നീ കയറുന്നത്, ഒന്നും നടക്കാൻ പോകുന്നില്ല, തിരിച്ചൊരു ബസ് പിടിച്ച് വീട്ടിൽ പോകാൻ പറ്റുവാണെങ്കിൽ അതാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. പുറത്തെ ഇമേജിനെ കുറിച്ച് നല്ല ധാരണ കിട്ടിയിട്ട് തന്നെ ആയിരിക്കണം ജാസ്മിൻ ഇങ്ങനെ സംസാരിച്ചത്. എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അണ്ണൻ ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സായി മുന്നോട്ട് വന്നിട്ട് പറയുന്നത്, മോനെ ഏജന്റ്, നീ ഏജന്റിനെ വിട്ട് സായി കൃഷ്ണനാവൂ, സായി കൃഷ്ണനെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സ്ഥിരം ഡയലോഗാണ്, കേട്ട് കേട്ട് ചെവി അടിച്ചു പോയി. ആട്ടും തുപ്പും കേട്ട് ഏജന്റ് ആയിട്ട് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് സായി കുറെ സെന്റി അടിക്കുന്നുണ്ട്. സായി ഭാര്യനെയും അമ്മേനെയും പേടിച്ച് ഓടി രക്ഷപ്പെട്ട് സമാധാനമുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചു കഴിയുന്നതാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ അമ്മയുടെ അടുത്ത് സീക്രട്ട് ഏജന്റും ഭാര്യയുടെ അടുത്ത് സായിയും ആയിരിക്കും. അതായത് ഡബിൾ പേഴ്സണാലിറ്റി ആണല്ലോ, അതായിരിക്കും രണ്ടുപേരും സമാധാനം കൊടുക്കാത്തത് ഈ പുള്ളിക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സായിക്ക് ബിഗ് ബോസിൽ വന്നിട്ടെങ്കിൽ സമാധാനം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രേക്ഷകർക്ക് സമാധാനമായി. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, അവിടെ ഉള്ളവരെല്ലാരും ഫ്രണ്ട്സ് ആണ്, ദേഷ്യം കാണിക്കുമ്പോൾ തിരിച്ച് ദേഷ്യം കാണിക്കുക, സ്നേഹം കാണിക്കുമ്പോൾ തിരിച്ച് സ്നേഹം കാണിക്കുക, നമ്മളോട് എങ്ങനെയാണോ അങ്ങനെ തന്നെ തിരിച്ചും പെരുമാറുക. അവരാരും അവരവരുടെ സ്വഭാവം അല്ല അതിനകത്ത് കാണിക്കാൻ പോകുന്നത് എന്ന് പുള്ളി എടുത്തു പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടർ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് മാറും, സ്വന്തം സ്വഭാവമൊന്നും അല്ല ആരും കാണിക്കാൻ പോകുന്നത്, അതനുസരിച്ച് നിൽക്കുക. എല്ലാവരും പറയും പല മുഖങ്ങളുണ്ട് എന്നൊക്കെ, പക്ഷെ എന്ന് കരുതി നമ്മളൊരു പാവമായിട്ട് നിരന്ന് മേടിക്കരുത് എന്ന രീതിയിലൊക്കെ ജിൻഡോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിൻഡോയുടെ സ്പേസ് കുറയ്ക്കാൻ വീണ്ടും ശ്രമിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പെട്ടെന്ന് ബസ്റ്റർ അടിച്ചു കൊടുത്തു. ജിൻഡോയെ വളരാൻ അനുവദിക്കരുത് എന്നെന്തോ തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷെ കിട്ടിയ കുറച്ച് സമയത്തിൽ പുള്ളി സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സിജോ ഈ ഒരു ടാസ്കിൽ നോറക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സംസാരിച്ചത്. നീ നിന്റെ ലൈഫിൽ കാണാത്ത മുതലക്കണ്ണീർ നീ അവിടെ വെച്ച് കാണും മോനെ സിജോ, അതൊന്നും കണ്ട് നീ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സിജോ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, സത്യം കൺമുമ്പിൽ കണ്ടാലും അത് സമ്മതിച്ചു തരാത്തവരുണ്ടാവും, എന്ത് ചെയ്താലും അവര് സമ്മതിച്ചു തരത്തില്ല എന്നൊക്കെ സിജോ പറയുന്നത്. നോറെ ടാർഗറ്റ് ചെയ്താണ് പറയുന്നത്. ഇതുപോലത്തെ മോർണിംഗ് ടാസ്കിലും പുള്ളി കൊടുക്കേണ്ട രീതി നല്ല രീതിയിൽ കൊട്ടുകൊടുത്തു കേട്ടോ. കൊട്ടുകൊടുത്ത് ഏക മത്സരാർത്ഥിയാണ്. അപ്പൊ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ടാസ്ക് അത്ര നല്ലൊരു മോർണിംഗ് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബോറിംഗ് ആയിരുന്നു, വളരെ വിരസമായ ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു. ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലത്തെ ടാസ്ക് ആണ് നമുക്കിപ്പോഴും വീഡിയോ ചെയ്യാനാണെങ്കിൽ നല്ല കണ്ടന്റുകളായിട്ടുള്ളത്. ഇപ്പൊ മോർണിംഗ് ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ആഴ്ച മൊത്തം പോയ പോക്കാണ്, കാരണം ഫാമിലി വീക്ക് ഒക്കെയാണ്, എന്ത് കണ്ടന്റ് കിട്ടാനാണ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.